സംസ്ഥാനത്ത് വൈദ്യുതി കമ്പി പൊട്ടിവീണ് ഷോക്കേറ്റുള്ള മരണം തുടർക്കഥയാവുകയാണ്. വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാസർഗോഡ് കോളിയടുക്കത്ത് സ്വദേശിയായ കുഞ്ഞുണ്ടൻ നായരാണ് മരിച്ചത്. അപകടത്തിൽ KSEBയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി. വൈദ്യുതി ലൈനിന്റെ അപകടാവസ്ഥ നേരത്തെ KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് വയലാങ്കുഴി സ്വദേശി കുഞ്ഞുണ്ടൻ നായർ വീടിന് സമീപത്തെ പാടത്തേക്ക് പശുവുമായി പോയത്. സമീപത്തെ കൗങ്ങിൻതോട്ടത്തിന് മുകളിലൂടെ പോയ വൈദ്യുതി കമ്പി പൊട്ടി പാടത്ത് പുല്ലിനടിയിൽ കിടക്കുന്നത് കുഞ്ഞുണ്ടൻ നായരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഷോക്കേറ്റ പശു മറിഞ്ഞു വീണപ്പോഴാണ് വൈദ്യുതി കമ്പി ശ്രദ്ധിക്കുന്നത്. ഉടൻ പശുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കുഞ്ഞുണ്ടൻ നായർ വൈദ്യുതി കമ്പി എടുത്തുമാറ്റാൻ ശ്രമിച്ചു. ഇതോടെ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. ഒരുപാട് കറണ്ടിൻ്റെ ലൈനൊക്കെ കവിങ്ങിൻ്റെ ഇടയിലോടിച്ച് വരുന്നത്. നമുക്ക് KSEBിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടപടിയില്ല. നമുക്ക് ഈ ലൈനൊക്കെ ഒരുപാട് കവിങ്ങൊന്നും ഇല്ലാത്ത സ്ഥലത്തുകൂടി മാറ്റി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് സ്വൈരമായിട്ട് ഇവിടെ കൃഷി ഇറക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല കാലാവസ്ഥയിൽ നല്ല കാറ്റാണ്. ഒരുപാട് മരങ്ങൾ ലൈനിൻ്റെ ഒക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതെല്ലാം KSEB 2 ദിവസം മുമ്പ് ശരിയാക്കിയതാണ്. ഇപ്പോൾ ഈ ലൈൻ എങ്ങനെയാണ് പൊട്ടിയെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 10 മണിയോടെ കുഞ്ഞുണ്ടൻ നായരെ കാണാനില്ലെന്ന് ഭാര്യ മകനെ വിളിച്ചറിയിച്ചു. മകൻ പാടത്ത് അച്ഛനെ തിരഞ്ഞിറങ്ങിയ സമയത്താണ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. 2-3 ദിവസമായി അടുപ്പിച്ചിട്ട് നല്ല അതിശക്തമായ മഴയും നല്ല കാറ്റും ആ കാറ്റിൻ്റെ ഇടയിൽ ഇന്നലെ കങ്ങ് വീണിട്ട് അത് ഒന്ന് എല്ലാം ക്ലിയർ ആക്കിയതാണ്. കങ്ങ് കുറിച്ച് മാറ്റി എല്ലാം ക്ലിയർ ആക്കിയതാണ്. വൈദ്യുത ലൈൻ ദ്രവിച്ച് അപകടാവസ്ഥയിലാണെന്നും കൗങ്ങിനിടയിലൂടെ വൈദ്യുത ലൈൻ കടന്നുപോകുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും KSEBയിൽ അറിയിച്ചെന്നും നടപടി ഒന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ. നമ്മളിതിനു മുമ്പ് 1-2 പ്രാവശ്യം ക്ലബിൻ്റെ പേരിലും അതുപോലെ പാർട്ടിയുടെ പേരിലൊക്കെ നമ്മൾ KSEB അധികൃതരെ അറിയിച്ചാണ് ഈ ലൈൻ ഒന്ന് മാറ്റി സ്ഥാപിക്കണം. അതുകൊണ്ട് എല്ലാ വർഷവും മഴയ്ക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം പൊട്ടൽ സ്വാഭാവികമാണ്. അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തതാണ്. പക്ഷേ ഒരു നടപടി സ്വീകരിച്ചിട്ടാണ്. അതൊരു KSEB ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥ തന്നെയാണ്. കുഞ്ഞുണ്ടൻ നായരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുഞ്ഞുണ്ടൻ നായരുടെ അപകട മരണത്തിൽ KSEB അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ നിൽക്കുന്ന ഈ കൗങ്ങിൻ തോട്ടത്തിലെ കവുങ്ങുകൾ ഉൾപ്പെടെ വളർന്നിരിക്കുന്നത് ഈ വൈദ്യുത കമ്പികൾക്ക് ഇടയിലൂടെയാണ്. ഇനിയൊരു അപകടം ഉണ്ടാവുന്നതിന് മുൻപെങ്കിലും അതിലൊക്കെ ഒരു പരിഹാരമുണ്ടാവണം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.